വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റ് ഷെയർ ചെയ്യുന്നതിനാണ്. മറ്റൊന്നല്ല, നമ്മുടെ ഇൻഡസിന്റെ ആനിവേഴ്സറി അനുബന്ധിച്ച് നടത്തിയ ഫ്രീ മെഡിക്കൽ കോഡിംഗ് കോൺടെസ്റ്റിന്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിനാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലോട്ട് എടുക്കാം. ഹാനിയ. ഹലോ ഹലോ ഹലോ, ഇത് ഹാനിയയുടെ നമ്പറാണോ? അതെ. ഹായ് ഹാനിയ, ഇത് ഇൻഡസ് എഡ്യൂക്കേഷനിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ഇൻഡസിന്റെ ആനിവേഴ്സറി പ്രകാരം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ മെഡിക്കൽ കോഡിങ്ങിന്റെ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മുടെ കോൺടെസ്റ്റിന്റെ വിന്നറായിട്ട് വന്നിരിക്കുന്നത് ഹാനിയാണ് കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഹാനിയ ഇപ്പോൾ BDS ആണല്ലേ ഗ്രാജുവേഷൻ വരുന്നത്? ഓക്കെ, എവിടെ പ്ലേസ് ഒക്കെ എവിടെ വരുന്നത്? മലപ്പുറത്താണല്ലേ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? പോവാൻ പറ്റാറില്ല. ഓക്കെ, നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? പോസ്റ്റർ ഷെയർ ചെയ്തിരുന്നല്ലോ, നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആയിരുന്നല്ലോ. ഓക്കെ, ജൂലൈ 31 നമ്മുടെ കമ്മിങ് ബാച്ച് വരുന്നത്. ആ ബാച്ചിലേക്കാണ് നിങ്ങക്ക് കയറാൻ പറ്റുന്നത്. ഓക്കെ, ബാച്ചിന്റെ ടൈമിംഗ് വരുന്നത് നമ്മുടെ ഈവനിങ് 3 PM to 5 PM ആണ്. ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിട്ടാണ് വരുന്നത്. ഒരുപാട് കുട്ടികൾ ചെയ്തതെന്നാണ് ഇപ്പൊ ഹാനിക്ക് ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോ ഒന്നുകൂടെ കൺഗ്രാറ്റുലേഷൻ പറയുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നമ്മൾ ഇൻഡസ് പറഞ്ഞതൊന്നും വെറുതെയല്ല. നമ്മൾ ജൂലൈ ബാച്ച് മുതൽ ഒരു കുട്ടീനെ ഫ്രീ ആയിട്ട് മെഡിക്കൽ കോഡിംഗ് പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൂഫാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും നമ്മൾ ഹാനിയക്കാണ് ഇത് കിട്ടിയുള്ളത്. ഹായ് അനിയ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഹാനിയ സർപ്രൈസ്ഡ് ആയി പോയോ കോള് വന്നപ്പോ? ശരിക്കും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കോള് വന്നപ്പം. എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിപ്പോയി കിട്ടിയപ്പോൾ. ഓക്കെ, അപ്പൊ എന്തായാലും കുറേ പേര് ഫോം ഫില്ല് ചെയ്ത് അതിൽ ഒരാൾക്ക് കിട്ടിയപ്പോൾ ഹാനിക്ക് എന്തോ എവിടെയോ ഒരു ലക്ക് കിടക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ മെഡിക്കൽ കോഡിംഗ് ഒക്കെ ചെറിയ രീതിക്ക് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അറിയാലോ, ഈ CPC എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് ഫോളോ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും അത് യൂസ്ഫുൾ ആയിട്ട് ഹനിയ എന്ത് എയിമോട് കൂടിയാണോ ഇതിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്തതും അത് സക്സസ് ആവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാനിയനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താണ് ഹാനിയുടെ ക്വാളിഫിക്കേഷൻ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഞാൻ BDS ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഞാൻ കുറേ ആയി ഇപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ ഏതെങ്കിലും കോഴ്സ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രൈബിങ് നോക്കിയിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ക്രിപ്ഷൻ, അങ്ങനെ നോക്കിയപ്പോഴാണ് മെഡിക്കൽ കോഡിങ് എത്തിയത്. അപ്പോൾ പഠിക്കണം എന്നിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മെഡിക്കൽ കോഡിങ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻഡസ് ടോക്സിന്റെ സബ്സ്ക്രൈബറാണ് യൂട്യൂബിൽ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, എനിക്ക് ഞാൻ ലക്കിന്റെ കിട്ടിയാലോ എന്നുള്ള രീതിക്ക് അപ്ലൈ ചെയ്തതാണ്. പക്ഷെ ലക്കിൽ എനിക്ക് കിട്ടി. എന്തായാലും ഫസ്റ്റ് സ്റ്റുഡന്റ് ഹാനിയ തന്നെ. എന്തായാലും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് മന്ത്ലി. അപ്പൊ ഞാൻ ചെല്ലത് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം, ഈ മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാനുള്ള രീതിക്കാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതെ, പിന്നെ ചില പേര് വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ വെറുതെ പറയുന്നതാണ്, അങ്ങനെ ഒരു മോഡ് ഉണ്ടാവും. അപ്പൊ അത് ഇപ്പൊ എന്തായാലും ഹാനിക്ക് റിയലൈസ് ചെയ്തല്ലോ. സത്യം. ഞാൻ ഇങ്ങനെ വിചാരിച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, കുറെ ആയില്ല, എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം, കിട്ടുകയാണ് കിട്ടി എന്നുള്ള രീതിക്കാണ്. ഇപ്പൊ കിട്ടിയെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, നീ ഇത് ശരിക്കുള്ളതാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഇതൊക്കെ ഈ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തു. അപ്പൊ അവർക്കൊക്കെ അങ്ങനെ അത് ശരിക്കുള്ളതാണ് അങ്ങനെയൊക്കെ അവർക്ക് വിശ്വാസമായത്. 2 more days കൂടി 31 നമുക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. 31 അപ്പോ എന്തായാലും മെഡിക്കൽ കോഡിങ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇതൊരു 3.5 month ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ
നമ്മൾ അതിൻ്റെ രീതിക്ക് പഠിക്കണം. അതായത് മെഡിക്കൽ കോഡിങ് ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ CPC എക്സാം എന്നുള്ള ഒരു ക്രൈറ്റീരിയക്ക് പഠിക്കണം. അതിൻ്റെതായ ഒരു രീതിക്കുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കറക്റ്റ് ഒരു ഫോളോ ചെയ്യുന്ന മെത്തേഡിലൂടെ ആയിരിക്കണം പഠിക്കേണ്ടത്. അപ്പൊ എന്തായാലും ആ ഒരു മെത്തേഡിലൂടെ തന്നെ പഠിക്കാൻ നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് അനാട്ടമി ആണ്, പിന്നെ ICD ആണ്, പിന്നെ CPT ആണ്. പിന്നെ വീഡിയോസ് മുന്നേ കണ്ടിരുന്നെങ്കിൽ അറിയാം, അനാട്ടമി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇൻഡസ്റ്റോക്സ് ചാനലിൽ ഒരുപാട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഒരു ഡെന്റിസ്റ്റും കൂടി ആയ കാരണം ഹാനിക്ക് CPC ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് തന്നെ ജോബ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തരണമെന്നുണ്ട്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഇപ്പൊ പോസിബിൾ ആണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നോക്കാം, ട്രൈ ചെയ്യാം. പക്ഷെ മാക്സിമം CPC എടുക്കുമ്പോഴായിരിക്കും, കാരണം ഇപ്പൊ അത്യാവശ്യം കാരണം നമ്മൾ റിയാലിറ്റി പറഞ്ഞുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും അഡ്മിഷൻസും കാര്യങ്ങളും എടുക്കാൻ. ഇപ്പൊ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേര് കുട്ടികൾ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നുണ്ട്. അപ്പൊ CPC കൂടി ഉണ്ടെങ്കിലാണ് നമുക്കത് അതൊരു നമുക്ക് പ്രാക്ടിക്കൽ ലെവലിലേക്ക് നമ്മൾ എന്ത് എയിമിലൂടെയാണ് ജോയിൻ ചെയ്ത് അത് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ CPC എക്സാമിന് പഠിക്കുമ്പോൾ അതിൻ്റെതായ ക്രൈറ്റീരിയക്കും നിങ്ങൾ പഠിക്കുക വേണം. അപ്പൊ ആ ഒരു മോഡിലൂടെ തന്നെ പോകണം. പിന്നെ അതേപോലെ തന്നെ ഈ അനാട്ടമി ആയാലും ICD ആയാലും CPT ആയാലും ഈ ഒരു മെഡിക്കൽ കോഡിങ് കോഴ്സ് ജോബ് മാത്രമല്ലാതെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈവൻ നമുക്കൊരു ഡിസീസ് കണ്ടീഷൻസ് വരുമ്പോഴായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് അനാട്ടമി പഠിക്കുമ്പോൾ അറിയാലോ, പ്ലസ് ഈ ICDയിലും CPTയിലും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഡയഗ്നോസിസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറേ അസുഖങ്ങളുണ്ട്. അപ്പം നമ്മളെ ലൈഫിൽ നമ്മൾ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ റിലേറ്റഡ് ആയിട്ട് അസുഖം വരുമ്പോൾ നമുക്ക് അവിടെ ഡോക്ടറോട് പോയിട്ട് സംസാരിക്കാനായാലും നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഷെഡ്യൂൾ ചെയ്യാനായാലും അപ്പോൾ ഇത് പഠിച്ചാൽ നമുക്കൊരു ബേസിക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങൾ നമുക്ക് റിലേറ്റീവ്സിനായാലും നമ്മളെ കണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ എൻ്റെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നപ്പോൾ എനിക്കത് തരണം ചെയ്യാൻ ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. തരണം ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് മുന്നോട്ട് പോകാൻ ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോഡിംഗ് ആണ്. അപ്പോൾ എനിക്ക് ജോബിന് പുറമെ നമ്മളെ ലൈഫിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനും നമുക്കൊരു ഡയഗ്നോസിസിനെ കുറിച്ചിട്ട് അറിയാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ്. അപ്പൊ അത് അങ്ങനെ ഒരു മോഡില് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവണം എന്നൊരു രീതിക്ക് വേണം ഇത് പഠിച്ചെടുക്കാൻ. നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ കോഴ്സ് തന്നു എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ബാക്കിയുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു ഹാനിനെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു മോഡല്ല. ഇവിടെ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ എല്ലാം കിട്ടണം എന്ന് ആഗ്രഹിക്കണതാണ്. 95% സ്റ്റുഡൻസും സാറ്റിസ്ഫൈഡ് ആണ്. ചിലപ്പോൾ 5% നമ്മൾ എന്ത് കൊടുത്താലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവാം, പറയാൻ പറ്റില്ല. അതൊക്കെ റിയാലിറ്റിയാണ്. നമ്മളെല്ലാ റിയാലിറ്റിയും കുട്ടികളോട് പറഞ്ഞിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാറ്. അതുപോലെ മെഡിക്കൽ കോഡിങ്ങിന്റെ കോഴ്സ് ഇപ്പൊ ചിലവർ ചോദിക്കും സർട്ടിഫൈഡ് ആവാ ജോബ് കിട്ടുമെന്ന് നിങ്ങൾ പറയുന്ന വെച്ചാൽ ഓക്കെ ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യാന്ന് പറയും. അപ്പൊ ഞങ്ങൾ പറയും വേണ്ട ജോയിൻ ചെയ്യണമെന്നില്ല, ഞങ്ങൾ റിയാലിറ്റി പറഞ്ഞിട്ടേ ജോയിൻ ചെയ്യിപ്പിക്കുള്ളൂ. അതുകൊണ്ടാണ്, കാരണം നമുക്ക് ഓക്കെ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കാം, എന്തെങ്കിലും ജോബ് കിട്ടുന്ന നമുക്കൊരു അഷുറൻസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങളും കൂടി ആ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം അല്ലേ? അപ്പൊ ആ ഒരു രീതിക്ക് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആയാലും 2 സ്റ്റുഡന്റ് ആയാലും നമ്മളെ ബാച്ചിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും അതൊരു പരിഗണന ഉണ്ടായിരിക്കും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ലൈഫിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുക. അപ്പൊ ഫൈനലായിട്ട് ഹാനിക്ക് ഇനി ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് ഇനി ഇത് അപ്ലൈ ചെയ്യാതിരിക്കണവരോടും ഒക്കെ എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഇത് അപ്ലൈ ചെയ്യണം. നിങ്ങളിത് കിട്ടില്ല എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം ഇത് കിട്ടും, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാനും ഇതിങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇൻഡസ്റ്റോക്സ് സബ്സ്ക്രൈബ് ചെയ്ത സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി, ശരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ചെയ്ത് നോക്കാം. കാരണം നെക്സ്റ്റ് മന്തിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും അടുത്ത ഭാഗ്യശാലി, പറയാൻ പറ്റില്ല. ഞാനും എനിക്ക് കിട്ടി എന്നുള്ള രീതിക്കാണ് ഞാൻ അത് അപ്ലൈ ചെയ്തത്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം. ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളായിരിക്കും അടുത്ത നെക്സ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് മെഡിക്കൽ കോഡിങ് പഠിക്കാൻ പറ്റുക.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഹാനിയ എല്ലാ ക്രൈറ്റീരിയ നമ്മൾ കുറെ ഫോം വന്നതിന് അതിനെ നമ്മൾ സ്ക്രൂട്ടൻ ചെയ്തെടുത്തിട്ട് എങ്ങനെ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം ചെയ്ത കുട്ടികളാണ് നമ്മൾ ലോട്ടിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് മന്ത്ലി ഒരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ബാക്കിയുള്ള കുട്ടികൾ നല്ല രീതിക്ക് മെഡിക്കൽ കോഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഹാനിയ പഠിച്ചിട്ട് ഇനി ബാക്കി നമ്മൾ റിവ്യൂ പറയും. ഓൾറെഡി ബാക്കിയുള്ള പറയാറുണ്ട്. അപ്പൊ അത് ഹാനിയുടെ ലൈഫിൽ ഉപകാരപ്പെടട്ടെ. എന്തായാലും ഫാമിലിക്കും ഹാപ്പി ആയോ? എല്ലാവർക്കും ഹാപ്പിയായി. കാരണം ഞാൻ കുറേ ആയി പറയുന്നത് എന്തെങ്കിലുമൊക്കെ പഠിക്കണം അങ്ങനെ രീതിക്ക്. അപ്പൊ മെഡിക്കൽ കോഡിങ് എന്നൊരു ഓപ്ഷനായിട്ട് ഞാൻ നിന്നിരുന്നത്. അപ്പൊ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാവരോടും കിട്ടിയ പാടനെ വിളിച്ചു പറഞ്ഞിരുന്നു എനിക്കിത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ എന്തായാലും ഹാനിക്ക് ഇപ്പോ ചെറിയൊരു ബേബി ഉള്ളതുകൊണ്ടും നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റണ അതും അറ്റൻറ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് മിസ് ചെയ്യാതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് എല്ലാ സ്റ്റുഡന്റും ഒരുപോലെ തന്നെയാണ്. എല്ലാ ക്ലാസ്സിലും കയറണം. ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ ചീത്ത പറയും. അതുപോലെ തന്നെ എക്സാമിന് മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ചീത്ത പറയും. ഇവിടെ അങ്ങനത്തെ ഒരു മെത്തേഡാണ്. നമ്മൾ അങ്ങനത്തെ ഒരു മെത്തേഡിലാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇപ്പൊ CPMA ഞാൻ ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നത്, ഇതിന്റെ ഹയർ സർട്ടിഫിക്കേഷൻ. അപ്പൊ ഇപ്പോഴും എന്റെ പിള്ളേരും ചോദിക്കും മാം LKG പിള്ളേർ പഠിപ്പിക്കണ പോലെ പഠിപ്പിക്കുമല്ലോ, പക്ഷെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് അത് കുട്ടികൾക്ക് കിട്ടിയെന്ന ഒരു നമ്മൾ വെറുതെ ക്ലാസ് എടുത്താൽ പോരല്ലോ, അത് കുട്ടികൾക്ക് കിട്ടി അവർക്ക് അതൊരു ലൈഫിൽ ഉപകാരപ്പെടണമല്ലോ. അപ്പൊ ഒരു രീതിക്കാണ് നമ്മൾ എടുക്കുക. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ബാക്കി ലൈഫും സൂപ്പർ ആവട്ടെ. എനിവേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. ഓക്കെ. അപ്പൊ ഹനിയ അപ്പൊ എന്തായാലും 31st ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ശരി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.